വിശ്വാസ വ്യതിയാനമാണ് ഏറ്റവും വലിയ മാരകമായ ശൈഥില്യം. അത് റബ്ബൊരിക്കലും പൊറുക്കൂല. അതെ, ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി ആളുകൾ എന്തു ചെയ്യുന്നു? പല വിധത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ നേർച്ചയാക്കുകയാണ്. ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരേണ്ടത് ആരാണ്? റബ്ബാണ്. അതുകൊണ്ട് നേർച്ച ചെയ്യുന്നത് റബ്ബിന് വേണ്ടി മാത്രമാകണം. അതുപോലെ തന്നെ ബലിയർപ്പണം നടത്തുന്നത് റബ്ബിന് വേണ്ടി മാത്രമാകണം. അതല്ലേ കൈകട്ടി നിൽക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു. എത്ര കൃത്യമായിട്ടാണ് സഹോദരന്മാരെ നമ്മളത് പറയുന്നത്. എൻ്റെ രക്ഷിതാവിന് വേണ്ടി മാത്രമേ ഞാൻ നിസ്കരിക്കൂ, അവന് വേണ്ടി മാത്രമേ ഞാൻ ബലിയറുക്കുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ റബ്ബിന് ഇഷ്ടമുള്ളതേ ഞാൻ ചെയ്യൂ. ഇനി ഞാൻ മരിക്കുമ്പോഴും എൻ്റെ റബ്ബിൻ്റെ പൊരുത്തത്തിലായിട്ടേ ഞാൻ മരിക്കുകയുള്ളൂ. അത് ആ അർത്ഥത്തിലാണ് ഞാൻ അങ്ങനെ തന്നെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അതനുസരിക്കുന്നവരെ മുസ്ലിമാണ് ഞാൻ. അങ്ങനെ തന്നെ ഒരു നിലക്കും അവനിൽ പങ്കു ചേർക്കരുതെന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇതൊക്കെ നമ്മൾ 5 നേരവും റബ്ബിൻ്റെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ ആ പ്രതിജ്ഞയോട് നമുക്ക് വല്ല കൂറുമുണ്ടോ? അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് റബ്ബല്ലാത്തവർക്ക് വേണ്ടിയുള്ള അറിവുകളിൽ നിന്ന് ലോകത്ത് നടക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്ന ഈ മാസം റബീഉൽ ആഖിർ എന്ന് പറയുന്ന മാസം, ഓരോ മാസവും നമ്മുടെ നാട്ടിലുള്ള പല അന്ധവിശ്വാസികളും അവരോരോരുത്തരുടെ ആണ്ട് കഴിക്കാനും അവരുടേതായ ചരമദിനം നടത്താനുമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന കാലങ്ങളാണ്. ഈ മാസത്തിലതാ കേരളത്തിൽ, അതേ നിങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയകളിലൂടെ കാണുകയാണ്, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ആയിരക്കണക്കിന് ആടുമാടുകളെയാണ് അറുത്ത് തള്ളുന്നത്. ആയിരക്കണക്കിന് ആടുമാടുകളെ അറുക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങോട്ട് നാളികേരം നേർച്ചയാക്കുകയാണ്, പത്തിരി നേർച്ചയാക്കുകയാണ്. ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ ഉയരത്തിനനുസരിച്ച് എകരപ്പത്തിരി എന്നാ ചെയ്യുന്നത്. അത്രയും ഉയരത്തിലുള്ള പത്തിരികൾ നേർച്ചയാക്കുകയാണ്. എന്തിനു വേണ്ടി? ശൈഖ് ജീലാനിക്ക് വേണ്ടിയാണ് നേർച്ചയാക്കുന്നത്. മുഹീദ്ദീൻ ശൈഖിന് വേണ്ടി നേർച്ചയാക്കുന്നു. എന്തൊക്കെ? ആട്, അതുപോലെ തന്നെ കോഴി, അതുപോലെ തന്നെ ധാരാളക്കണക്കിന് ധാന്യങ്ങളും പൊടികളും പലഹാരങ്ങളും പഴക്കുലകളും പച്ചക്കറികളും അങ്ങനെ പലതും. ഇതാരുടെ സംസ്കാരമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലത്ത്, ജാഹിലിയ കാലഘട്ടമെന്നറിയപ്പെട്ട ആ കാലഘട്ടത്തിൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ പേരിൽ ആരെങ്കിലും അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിച്ചിട്ടില്ല. മുസ്ലിമീങ്ങൾക്ക് ആ സമ്പ്രദായവും കേട്ടുകേൾവിയില്ല. അതേ അവസരത്തിൽ ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തിയ അറേബ്യയിലെ മുശ്രിക്കുകൾ അവരുടെ കാർഷിക വിഭവങ്ങളിൽ നിന്നും ഒരു വിഹിതം, അതുപോലെ തന്നെ അവരുടെ നാൽക്കാലികളിൽ നിന്നും ഒരു വിഹിതം അവർ അള്ളാഹ്ക്കും നേർച്ചയാക്കും. പിന്നെ ഇതാ അവർ ചില പേരുകൾ നിശ്ചയിച്ചുകൊണ്ട് ഇറക്കി വിടുന്ന, ഒഴിഞ്ഞു വിടുന്ന, അഴിച്ചു വിടുന്ന ചില നേർച്ചക്കൂറ്റന്മാരുണ്ടായിരുന്നു, ചില നേർച്ച മൃഗങ്ങളുണ്ടായിരുന്നു. റബ്ബ് പേരും പറയുന്നുണ്ട്. ബഹീറത്ത്, സായിബത്ത്, വസീലത്ത്, ഹാമ് തുടങ്ങിയിട്ടുള്ള പല പേരുകളിൽ അവരതാ മൃഗങ്ങളെ നേർച്ചയാക്കുകയാണ്. അതിൻ്റെ തനി പകർപ്പത നമ്മുടെ നാടുകളിൽ കാണുന്നു. മുഹീദ്ദീൻ ശൈഖിൻ്റെ പേരിൽ ഒഴിഞ്ഞിട്ട കോഴി, റിഫാഴി കോഴി, കോഴിക്കൂട്ടിൽ മറ്റു കോഴികളെ മൂർഖൻ പാമ്പ് വന്ന് തിന്നാതിരിക്കാൻ വേണ്ടി ഒരു കോഴി റിഫാഴിയുടെ പേരിൽ, ഒരു കോഴി മുഹീദ്ദീൻ ശൈഖ് ജീലാനിയുടെ പേരിൽ, അങ്ങനെ പലരുടെയും പേരിലതാ മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളുടെ പേരിൽ അവർ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയാണ്, അറിവുകൾ നടത്തുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ എന്താ ഇതിൻ്റെയൊക്കെ ആളുകൾ പറയുന്നതൊന്നോ? വ്ളോഗർമാരൊക്കെ വലിയ രൂപത്തിലുള്ള കാര്യമായിട്ട് പറയാണ്, ഞങ്ങളുടെ ഈ നേർച്ചക്കൊരു പ്രത്യേകതയുണ്ട്, വർഷം തോറും ആടിൻ്റെ എണ്ണം കൂടുന്നു, പത്തിരി ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണ്. പിന്നെ എന്താണ് പ്രത്യേകത? ഇത് എല്ലാ മതക്കാരും നേർച്ചയാക്കുന്നുണ്ട്.
ഓരോരുത്തർക്ക് ഓരോ അസുഖം വരുമ്പോൾ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, ഭാര്യ ഗർഭം ധരിക്കാൻ, ധരിച്ച ആ കുട്ടി ആൺകുട്ടിയാവാൻ, അതേപോലെ തന്നെ ഗൾഫിൽ പോയ ഭർത്താവിന്, അതല്ലെങ്കിൽ മകന് നല്ല ജോലി കിട്ടുവാൻ വേണ്ടി, ഇങ്ങനെ 100 കൂട്ടം ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി അതാ ശൈഖിന് വേണ്ടി നേർച്ചയാക്കുന്നു. എന്നിട്ട് പറയും, ഞങ്ങൾ അള്ളാഹുടെ പേരിലല്ലേ അറുക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് രക്തം, പന്നിമാംസം, അതുപോലെ തന്നെ ശവം തുടങ്ങിയിട്ടുള്ള നമുക്ക് കഴിക്കൽ നിഷിദ്ധമായ കാര്യങ്ങളുടെ കൂട്ടത്തിലല്ലേ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തിട്ടുള്ളതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ശവം, രക്തം, പന്നിമാംസം എന്ന് പറഞ്ഞതിൻ്റെ ശേഷം വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ശബ്ദിക്കപ്പെട്ടത്, റബ്ബല്ലാത്തവരുടെ പേരിൽ അവരിൽ നിന്ന് പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടുള്ള അറവാണത്. പലപ്പോഴും പറയും, ഞങ്ങളൊക്കെ ബിസ്മില്ല ചൊല്ലിയിട്ടല്ലേ അറുക്കുന്നത്. പിന്നെ എന്താ, ഞങ്ങൾ മൊയ്‌ദി ശൈഖിന്റെ പേര് പറഞ്ഞിട്ടല്ലല്ലോ, മമ്പർത്ത തങ്ങളുടെ പേര് പറഞ്ഞിട്ടല്ലല്ലോ, റിഫായി ശൈഖിന്റെ പേര് പറഞ്ഞിട്ടല്ലല്ലോ. പേര് പറയലല്ല കാര്യം, മറിച്ച് നിങ്ങളുടെ ഉദ്ദേശമെന്ത്? നേർച്ചയാക്കുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ, എന്താണ് അവൻ്റെ ഉദ്ദേശം? എന്ത് ആഗ്രഹത്തിനാണ് ഞാൻ ഈ നേർച്ചയിലേക്ക് കോഴിയെ കൊടുക്കുന്നത്? ആടിനെ വളർത്തി 1 കൊല്ലം തീറ്റിപ്പോറ്റി അതിനെ ഇങ്ങനെ വളർത്തിയിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കുന്നു, അവിടെ വെച്ച് അറവ് നടത്തുന്നു, അത് വിതരണം ചെയ്യുന്നു, പറയുന്നു ഒരുപാട് ആളുകൾക്ക് അന്നം കിട്ടുകയാണ്, ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ചോറ് കിട്ടുന്നു, ആടുമാംസം കിട്ടുന്നു, പത്തിരി കിട്ടുന്നു, നല്ല കാര്യമല്ലേ? ഇതിനൊക്കെ എതിർക്കാൻ ഇവർക്ക് എന്താ അവകാശമെന്ന് പറയുന്നു. പക്ഷേ ദുന്യാവിലെ ഭക്ഷണമല്ലല്ലോ, പരലോകത്ത് സ്വർഗം കിട്ടണ്ടേ. ആ സ്വർഗം കിട്ടണമെങ്കിൽ റബ്ബിൻ്റെ മാത്രം പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് അറവ് നടത്തണം, നേർച്ചയാക്കണം. മറിച്ച് ഇവിടെ ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം നിവർത്തിക്കാൻ വേണ്ടി ഞാൻ ഒരാടിനെ നേർച്ചയാക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു നാളികേരം, അല്ലെങ്കിൽ 1 കിലോ അരി, അല്ലെങ്കിൽ 1 ചാക്കരി, എന്താണോ കൊടുക്കുന്നത്, ആ നേർച്ചയാക്കുന്നത് ഞാൻ എന്തിനാണെന്ന് ഞാൻ പറയാതെ തന്നെ എൻ്റെ ശൈഖിനറിയാം, ശൈഖ് ജീലാനിക്കറിയാം. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. ഒരു കുപ്പിയിലുള്ള വെള്ളം, ദ്രാവകം നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ കാണും പോലെ ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും ഹൃദയാന്തരാളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ പോലും ശൈഖ് ജീലാനി അതാ ഇപ്പോഴും കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. അപ്പൊ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് ജീലാനിക്കറിയാം. ആ ലക്ഷ്യം, ഉദ്ദേശം എനിക്ക് മാറ്റിത്തരും. അങ്ങനെ ആ നേർച്ച സ്വീകരിച്ചുകൊണ്ട് അതിനൊക്കെ ഉത്തരം ചെയ്യാനുള്ള കഴിവ് അഡ്വാൻസ്ഡായിട്ട് ശൈഖ് ജീലാനിക്കും മറ്റുള്ള എല്ലാ ഉലിയാക്കന്മാർക്കും അള്ളയങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവരത് ചെയ്യും. ഈ വിശ്വാസത്തോടുകൂടി അവരെ പ്രീതിപ്പെടുത്തുവാനുള്ള ഈ അറവും നേർച്ചകളും തനിച്ച ജാഹിലിയ്യ പരിപാടിയാണ്, തനിച്ച ശിർക്കിൻ്റെ പരിപാടിയാണ്. പലപ്പോഴും പല കുടുംബങ്ങളിലുമൊക്കെ ആളുകൾ പറയും, അതൊക്കെ അങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെയും ആ പോത്തിറച്ചിയുടെയും ആ ആട്ടിറച്ചിയുടെയും ആ ചോറിൻ്റെയും ആ പത്തിരിയുടെയും ഒക്കെ കൂടിയുള്ളൊരു ഗന്ധം കേൾക്കുമ്പോൾ എങ്ങനെയാ തിന്നാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒരു ലാഘവ ബുദ്ധിയോടെ കാണുന്ന ആളുകളില്ലേ? സമൂഹത്തിൽ എത്രയാളത് തമാശയായി കാണുന്നു. പക്ഷേ ഒരു ശവം തിന്നാൻ നമുക്കങ്ങനെ പറ്റുമോ? പന്നിമാംസം തിന്നാൻ പറ്റുമോ? അതേപോലെ തന്നെ റബ്ബല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്, ഇനി പ്രതിഷ്ഠകളിന്മേൽ ജാറത്തിന്റെ സമീപത്ത് പോയി അറുക്കപ്പെട്ടതോ, ഇനി ബലിക്കല്ലുകളിൽ അറുക്കപ്പെട്ടതോ എന്തുമാകട്ടെ, എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ വിശദമായ വിഷയങ്ങളാണ്. പക്ഷേ ചില സൂചനകൾ ഞാൻ നടത്തുകയാണ്, നിങ്ങളത് പഠിക്കണം.